ടോഡ്ലേഴ്സ് സ്റ്റോറീസ് ഫോർ ബെഡ് ടൈം. നമ്മൾ സ്കാമ്പിൻ്റെയും ഡെയ്സിൻ്റെ ഒക്കെ കഥ വായിച്ചില്ലേ, അതുപോലെ ആ ബുക്കിൽ തന്നെയുള്ള വേറൊരു കഥയാണ് ക്യാരറ്റ്സ് ഫോർ റോസി. റോസിൻ്റെ ക്യാരറ്റ്സിനെ കുറിച്ചുള്ള എന്തോ കഥയാണ്. നമുക്ക് എന്താന്ന് നോക്കാട്ടോ. ആരാ റോസി എന്നറിയോ? ഈ ബണ്ണിയാണ് റോസി. ഈ മൊയലിനെ കാണുന്നുണ്ടോ? റാബിറ്റിനെ കാണുന്നുണ്ടോ? ആ റാബിറ്റാണ് റോസി. ആ റാബിറ്റിന്റെ പേരാണ് റോസി. ക്യാരറ്റ്സ് ഫോർ റോസി, അതാണ് കഥയുടെ പേര്. വായിച്ചു നോക്കാട്ടോ. Rosie the rabbit is always hungry. She is fed up with eating grass. She wants something different to eat. റോസി ഉണ്ടല്ലോ, എപ്പോഴും റോസിക്ക് ഭയങ്കര വിശപ്പാണ്. എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയോ ഈ പുല്ല് തിന്ന് ആകെ മടുത്തു റോസിക്ക്. എപ്പോഴും ഈ പുല്ല് കഴിച്ചിട്ടേ റോസിക്ക് വേറെ എന്തെങ്കിലും വേണം, എന്തെങ്കിലും വ്യത്യാസമായിട്ട്. എപ്പോഴും ഈ പുല്ല് കഴിച്ച് മടുത്തിട്ട് കണ്ടോ, പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും പുല്ല് കഴിച്ച് ബോറടിച്ചു. ഈ റോസിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ കഴിക്കാൻ, കാരണം എപ്പോഴും വിശപ്പല്ലേ. അപ്പോ റോസി sees a caterpillar on the ground. She twitches her nose. I cannot eat a caterpillar, says Rosie. അങ്ങനെ വേറെ എന്താ കഴിക്കാൻ കിട്ടാൻ നോക്കി നടക്കുകയാണ് നമ്മുടെ റോസി. അപ്പൊ റോസി നോക്കുമ്പോ എന്താ അറിയോ, താഴെ ഒരു കാറ്റർപില്ലർ ഉണ്ട്. കാണുന്നുണ്ടോ? കാറ്റർപില്ലറിനെ കാണുന്നുണ്ടോ? ഒരു കുഞ്ഞു പുഴുവാണല്ലേ കാറ്റർപില്ലർ. ആ കാറ്റർപില്ലറിനെ കണ്ടു. എന്നിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് ട്വിച്ച് ചെയ്തു, നോസ്, മൂക്ക്. ഇങ്ങനെ നല്ല കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമൊക്കെ നോക്കില്ലേ, അതുപോലെ നോക്കി. അപ്പൊ എന്നിട്ട് അത് കാറ്റർപില്ലറെ മനസ്സിലായപ്പോ എന്ത് പറഞ്ഞു റോസി? ഐ കനോട്ട് ഈറ്റ് എ കാറ്റർപില്ലർ. കാറ്റർപില്ലറിനെ കഴിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല, കാറ്റർപില്ലറിനെ കഴിക്കാൻ പറ്റില്ല. അപ്പൊ വീണ്ടും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ റോസി, വേറെ എന്തൊക്കെ ഭക്ഷണം കിട്ടാൻ നോക്കിയിട്ട്. Then Rosie sees a path. She decides to follow it. I might find something nice to eat on the way, says Rosie. അപ്പോൾ ഒരു വഴി കണ്ടു റോസി. ഇങ്ങനെ ആ പുല്ലിലൊക്കെ നടക്കുന്ന സമയത്ത് ഒരു വഴി കണ്ടു. ആ വഴി കൂടെ പോവാൻ തീരുമാനിച്ചു. തീരുമാനിച്ചപ്പോൾ എന്താ പറ്റിയത്? എന്താ ആലോചിക്കണമെന്നറിയോ റോസി? ഐ മൈറ്റ് ഫൈൻഡ് സംതിങ് നൈസ് ടു ഈറ്റ് ഓൺ ദ വേ. ചിലപ്പോൾ ഈ വഴിയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴേ, പോണ വഴിക്ക് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ആലോചിച്ചിട്ടാണ് റോസി, അതാ ഒരു വഴി ഉണ്ട് കേട്ടോ അവിടെ, അതിൽ കൂടെ അത് നടന്ന് പോവാണ്. നടന്നിട്ടല്ല അല്ലേ, റോസി എങ്ങനെയാ പോവാ, ബണ്ണി എങ്ങനെയാ പോവാ? റാബിറ്റ്സ് എങ്ങനെ നടക്കുകയാണോ ചെയ്യാല്ല, അവര് ഹോപ്പ് ചെയ്ത് ഇങ്ങനെ മെല്ലെ ജമ്പ് ചെയ്ത് ഹോപ്പ് ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ ഹോപ്പ് ചെയ്തിട്ട് ആ വഴിയിലൂടെ ഇങ്ങനെ പോയി. അപ്പൊ റോസി എവിടെ എത്തുമെന്നറിയോ? റോസി comes to a barn. There is a hole in the side. I wonder what is in there, says Rosie. She goes in to have a look. റോസി എവിടെ എത്തിയെന്നറിയോ? റോസി ഒരു ബാണിലെത്തി. ആ ബാൺ പറഞ്ഞ ഫുഡൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ വെക്കുന്ന സ്ഥലമാണ്. കൃഷിയൊക്കെ കഴിഞ്ഞ് ഫുഡ് ഒക്കെ ഫുൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് ഈ ബാൺ. ആ ബാണിലെത്തിട്ടോ. അവിടെ ഒരു സൈഡിലൊരു ഹോളുണ്ട്. അപ്പൊ ബണ്ണിയല്ലേ, ബണ്ണിക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകാൻ പറ്റില്ലേ, കുഞ്ഞിയല്ലേ. അപ്പൊ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഈ ബാണിന്റെ ഉള്ളിലേക്ക് കയറി റോസി. എന്നിട്ടോ കയറുമ്പോ ആലോചിക്കുന്നുണ്ട് കേട്ടോ, ഐ വണ്ടർ വാട്ട് ഇസ് ഇൻ ഹിയർ. ഇതിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവാന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് റോസി. റോസിക്ക് ഈ ഫുഡ് ഭയങ്കര ഇഷ്ടമായിട്ടേ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഉള്ളിൽ കയറി, ബാണിന്റെ ഉള്ളിൽ കയറി കേട്ടോ. Rosie finds a big box filled with juicy apples. അതിനുള്ളിൽ കയറിയപ്പോ റോസി നല്ല ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായി. എന്താ കാരണം? അവിടെ ഒരു ബോക്സില് ഉണ്ടോ, ഒരു വലിയ ബോക്സ് ഉണ്ട്. ആ ബോക്സിലുണ്ടല്ലോ നല്ല ജ്യൂസി ആയിട്ടുള്ള ആപ്പിൾസ് ഉണ്ട്. അങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കണ നല്ല സ്വാദുള്ള ആപ്പിൾസ് ഉണ്ട്. ഷീ സ്റ്റാർട്ടഡ് ടു ഈറ്റ് വൺ. എടുത്തു അല്ലേ, റോസിക്ക് ഫുഡ് കഴിക്കാൻ അങ്ങനെ കൊതിയായിട്ട് നിൽക്കല്ലേ, ഒന്ന് എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി. I love eating apples, says Rosie. ആപ്പിൾസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് ആ ബോക്സിലുള്ള ആപ്പിൾസ് ഒക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പൊ നോക്കുമ്പോ എന്താ അറിയോ? Then Rosie finds some crunchy carrots. നോക്കുമ്പോ അപ്പുറത്ത് വേറെ എന്തൊക്കെയാ അറിയാ ഉള്ളത്? ക്യാരറ്റ്സ് ഉണ്ട്. ക്യാരറ്റ്സ് റാബിറ്റ്സിന് ഭയങ്കര ഇഷ്ടല്ലേ, റാബിറ്റ്സിന്റെ മെയിൻ ഫുഡാണ് ക്യാരറ്റ്സ് അല്ലേ. I love eating carrots, says Rosie. അതാ റോസി ആ ബാണ്ടുള്ള ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആപ്പിൾസ് കഴിച്ചു. അടുത്ത് എന്താ ഉള്ളത്? ക്യാരറ്റ്സ് ഉണ്ട്. ക്യാരറ്റ്സ് കഴിക്കാൻ തുടങ്ങി. പിന്നെയോ റോസി ഈസ് സ്റ്റിൽ ഹംഗ്രി. റോസിക്ക് എന്നിട്ടും വിശപ്പ് മാറില്ല കേട്ടോ. ഒരുപാട് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി, എന്നിട്ടും റോസിക്ക് വിശപ്പ് മാറിയില്ല, എപ്പോഴും വിശന്നുകൊണ്ടിരിക്കുകയാണ്. She sees some crisp, juicy lettuce. She eats those too. Rosie eats and eats and eats. റോസി ഉണ്ടല്ലോ ക്യാരറ്റ്സ് കഴിഞ്ഞിട്ട് വിശപ്പൊന്നും മാറാഞ്ഞിട്ടേ അവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ലെറ്റസ് ഉണ്ടായിരുന്നു. ലെറ്റസ് കാണുന്നുണ്ടോ? ലെറ്റസ് ഇല ഇല്ലേ നമ്മൾ സാലഡിലൊക്കെ കഴിക്കണേ, ആ ലെറ്റസ് ഉണ്ടായിരുന്നു. ആ ലെറ്റസ് എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി.
കഴിച്ചുകൊണ്ടേയിരിക്കാൻ തുടങ്ങി. ഈജ് അങ്ങനെ ഫുൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവസാനം റോസി ഈസ് ഫുൾ അപ്പ്. She does not feel well. Her tummy is aching. She wishes she hadn't eaten so much. Rosie goes home to her mother. അങ്ങനെ കഴിച്ച് വയറ് ഫുള്ളായി, വയറ് പൊട്ടാനായിട്ടുണ്ട് കേട്ടോ. അത് വീർത്ത് വന്നിട്ടുണ്ട് റോസി. അത്രയ്ക്കും വീർത്ത് വന്നാലുണ്ടല്ലോ നമുക്ക് ആകെ ബുദ്ധിമുട്ട് തോന്നില്ലേ? അതുപോലെ റോസിക്കും ആകെ സുഖം തോന്നുന്നില്ല, ആകെ എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. നോട്ട് ഫീലിംഗ് വെൽ, her tummy is aching. വയറ് വേദനിക്കാൻ തുടങ്ങി, കുംഭ വേദനിക്കാൻ തുടങ്ങിയിട്ടോ റോസിക്ക്. She wishes she hadn't eaten so much. അയ്യോ, ഞാൻ ഇത്രയും കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നി. ആകെ വയറ് ഭയങ്കര നിറഞ്ഞിട്ട് ആകെ ബുദ്ധിമുട്ടായിട്ടേ. അപ്പൊ റോസി എന്ത് തീരുമാനിച്ചു? She goes home to her mother. ആകെ ബുദ്ധിമുട്ട് തോന്നിയപ്പോ എന്താ, തിരിച്ച് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവാണ് അല്ലേ. തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് പോയിട്ടോ. അപ്പോഴോ റോസി പറയാനുണ്ട് അമ്മയുടെ അടുത്ത് വന്നിട്ട്, I have eaten too much and now I have a tummy ache. അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ട് വരും, അമ്മയുടെ അടുത്ത് പോയി പറയാറില്ലേ? അതുപോലെ റോസി വന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ കുറേ ഭക്ഷണം കഴിച്ചു, പക്ഷെ എനിക്ക് കുംഭ വേദനയ്ക്കുണ്ട് പറഞ്ഞു കേട്ടോ റോസി. അപ്പൊ മദർ എന്താ പറഞ്ഞത്? Then you shouldn't have been so greedy, says mother rabbit. അമ്മ പറഞ്ഞു അല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ, ഗ്രീഡി ആവാൻ പാടില്ല. ഗ്രീഡി പറഞ്ഞാൽ എന്താണ്? നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ എടുക്കുന്നതിനാണ് ഗ്രീഡി പറയുക അല്ലേ. നമുക്ക് വിശക്കുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ ആവശ്യമുള്ള വിശപ്പ് മാറുന്ന വരെയുള്ള ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ വലിച്ച് അവിടെ ഉള്ളത് മുഴുവനും കഴിച്ചാൽ എന്താ പറ്റുക? വയറൊക്കെ വീർത്ത് ആകെ ബുദ്ധിമുട്ടാവും. അങ്ങനെ നമ്മൾ ഗ്രീഡി ആവാൻ പാടില്ല. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്താ പറ്റുക? നമുക്ക് ആകെ ബുദ്ധിമുട്ട് വരും, വയറുവേദന വന്നില്ലേ ഇപ്പൊ റോസിക്ക്? അതുപോലെ അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്തു, ഇനി ഇങ്ങനെ ഗ്രീഡി ആവാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അത്രയേ ഉള്ളൂ കഥ, കുഞ്ഞു കഥയാണിത്. അപ്പൊ നിങ്ങളും അതേട്ടോ, ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാടുണ്ട് വെച്ചിട്ട് അത് മുഴുവനും കഴിക്കാൻ പാടില്ല അല്ലേ. കുംഭ നിറയുന്ന വരെ, വിശപ്പൊക്കെ മാറുന്ന വരെയാണ് കഴിക്കുക. വലിച്ച് ഒരുപാട് ഭക്ഷണം കഴിച്ച് വയറൊക്കെ ഭയങ്കര നിറഞ്ഞാൽ എന്താ, ആകെ ബുദ്ധിമുട്ട് തോന്നില്ലേ? പിന്നെ കുംഭവേദനയൊക്കെ വരും. അപ്പൊ അങ്ങനെ ചെയ്യാതെ നല്ല കുട്ടികളായി ആവശ്യത്തിന് ഭക്ഷണം, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലോണം കഴിച്ചോളൂ കേട്ടോ.